നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. കുരുമുളകിന് പിന്നാലെ രാജ്യത്തെ വൻകിട വ്യവസായികൾ. മുന്നേറി റബ്ബർ. കാലവർഷം തുടങ്ങും മുന്നേ കുരുമുളക് ശേഖരിക്കാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് രാജ്യത്തെ വൻകിട കറി മസാല വ്യവസായികൾ. മഴ തുടങ്ങിയാൽ കുരുമുളകിൽ ജലാംശത്തോത് ഉയരുന്നത് പൂപ്പൽ ബാധയ്ക്ക് കാരണമാവും. ഇത്തരം ചരക്ക് അധികം നാൾ സൂക്ഷിക്കാനാവില്ല. നേരത്തെ മുളക് വില ഇടിച്ച് ചരക്ക് സംഭരണത്തിന് പല ആവർത്തി ഉത്തരേന്ത്യൻ വാങ്ങലുകാർ നീക്കം നടത്തിയെങ്കിലും കാർഷിക മേഖല ഉയർന്ന വില പ്രതീക്ഷിച്ച് ചരക്ക് പിടിച്ചതിനാൽ ടെർമിനൽ മാർക്കറ്റിൽ വാങ്ങലുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വരവ് ഉയർന്നില്ല. നിലവിൽ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് ചരക്ക് സംഭരണത്തിന് അന്തർ സംസ്ഥാന വാങ്ങലുകാർ ശ്രമം നടത്തുന്നുണ്ട്. കേരളത്തിലും കർണാടകത്തിലും വിൽപ്പനക്കാർ കുറവാണ്. അൺഗാർബിൾഡ് കുരുമുളക് 200 രൂപ നേട്ടത്തിൽ 70,700 രൂപയിൽ ഇന്ന് വ്യാപാരം നടന്നു. കയറ്റുമതി സമൂഹവും ആഭ്യന്തര വ്യാപാരികളും ഏലക്ക ലേലത്തിൽ സജീവമാണ്. പിന്നിട്ട ദിവസങ്ങളിലെന്ന പോലെ വിൽപ്പനയ്ക്കെത്തുന്ന ചരക്കിൽ ഏറിയ പങ്കും അവർ മത്സരിച്ച് വാങ്ങിക്കൂട്ടി. ഇന്ന് നടന്ന ലേലത്തിൽ വന്ന 48,338 കിലോ ഏലക്കയിൽ 48,135 കിലോയും ഇടപാടുകാർ ശേഖരിച്ചു. മികച്ച ഇനങ്ങൾ കിലോ 3,282 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,515 രൂപയിലും കൈമാറി. ഇതിനിടയിൽ വേനൽ മഴയുടെ വരവ് അവസരമാക്കി ഉൽപ്പാദകർ തോട്ടങ്ങളിൽ വളപ്രയോഗങ്ങൾക്കുള്ള ഒരുക്കത്തിലാണ്. റബ്ബർ വിപണി ഒരു ചുവട് കൂടി മുന്നേറി. മുഖ്യ വിപണികളിൽ ഇന്നലെ കിലോ 263 രൂപയിൽ വ്യാപാരം അവസാനിച്ച് 4ാം ഗ്രേഡ് ഇന്ന് 265 കയറി. ഇതിനിടയിൽ അനുകൂല കാലാവസ്ഥയും ആകർഷകമായ വിലയും ചെറുകിട കർഷകരെ റബ്ബർ വെട്ടിന് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഡിമാൻഡ് കൂടിയെങ്കിലും അത് ഇന്ന് പ്രതിഫലിച്ചിട്ടില്ല. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ മറ്റോടെ എത്താം. എല്ലാവർക്കും നന്ദി.